നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന കൈകാൽ വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു. അപ്പൊ കുറേ പേരെന്റെ അടുത്ത് മെസ്സേജിൽ ആ സമയത്ത് തന്നെ ചോദിച്ചു, സന്ധിവേദന, കുട്ടികളിൽ കാണുന്ന സന്ധിവേദന, സന്ധിവീക്കം എന്നീ കാരണങ്ങളുടെ എന്തൊക്കെയാണ് അതിന്റെ, അങ്ങനെ കാണാറുണ്ടല്ലോ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? കുട്ടികളിൽ വാദം വരാറുണ്ടോ? നമ്മൾ വാദം എന്നൊക്കെ പറയുന്നത് വാദരോഗം അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് സാധാരണ വലിയ വയസ്സായ ആളുകളിൽ മാത്രം കാണുന്ന ഒരു രോഗമാണെന്ന് പലർക്കും അറിയാം. പക്ഷേ ഇത് കുട്ടികളിൽ കാണാറുണ്ടോ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അടുത്ത ടോക്ക് കുട്ടികളിൽ കാണുന്ന സന്ധി വീക്കത്തെ പറ്റിയും സന്ധിവേദനയെ പറ്റിയും അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന വാദരോഗങ്ങളെ പറ്റിയിട്ടും സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിയിട്ടില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ ടോക്ക്? ആരെങ്കിലും ഒന്ന് മെസ്സേജിൽ പറയണേ. എനിക്കിപ്പോ ഇതില് ഇപ്പത്തെ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ലൈവിൽ ആളുകൾ വന്നു എന്ന് കാണാൻ പറ്റുന്നില്ല. യെസ്, ആളുകൾ യെസ് എന്ന് പറയുന്നുണ്ട്, കാണാം കേൾക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്കപ്പൊ തുടങ്ങാം. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുട്ടികളിൽ കാണുന്ന വാദരോഗം കുട്ടികളിൽ കാണാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാറുണ്ട് എന്നുള്ളതാണ്. വാദരോഗം എന്ന് പറയുന്നത് നമ്മൾ ജനറലി നമുക്ക് റുമറ്റോയിഡ് പ്രോബ്ലംസ് പറയാം. അപ്പൊ റുമറ്റോളജിക്കൽ എന്ന് പറയാം, റുമറ്റോയിഡ് എന്നല്ല, റുമറ്റോളജിക്കൽ എന്ന് പറയാം. ഈ വാദരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളിലും കാണാറുണ്ട്. ഇത് വലിയ ആളുകളിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ല, കുട്ടികളിലും ഇത് കാണാറുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ കാണുന്ന എല്ലാ സന്ധിവേദനയും എല്ലാ സന്ധിവീക്കവും വാദരോഗമല്ല. കുട്ടികളിൽ കാണുന്ന സന്ധിവേദനയ്ക്കും സന്ധിവീക്കത്തിനും പല പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മാത്രമാണ് ഈ പറയുന്ന റുമറ്റോളജിക്കൽ പ്രോബ്ലംസ്. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് ബാക്കി കാരണങ്ങൾ? ഒന്നാമത് എനിക്ക് ആദ്യം പറയാനുള്ളത്, സന്ധിവേദന സന്ധിവീക്കം ഇത് രണ്ടും രണ്ടാണ്. സന്ധിവേദനയ്ക്ക് ഞങ്ങള് ഇംഗ്ലീഷിൽ പറയുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പറയുന്നത് ആർത്രാൾജിയ എന്നാണ്. അതായത് സന്ധിയിൽ വേദന മാത്രം. അതായത് ഇപ്പോ മുട്ടുവേദന, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ജോയിന്റ് അല്ലെങ്കിൽ ഇടുപ്പ് വേദന, അങ്ങനെയൊക്കെ നമ്മൾ സന്ധികളിൽ വേദന മാത്രം, അത് ആർത്രാൾജിയ എന്ന് പറയും. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. എന്നാൽ എന്താണ് സന്ധിവീക്കം? സന്ധിവീക്കം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിവേദനയോട് കൂടെ തന്നെ അവിടെ നീർവീക്കം വരണം, അതായത് സ്വെല്ലിംഗ് വരണം, അവിടെ നീർക്കെട്ട് വരണം. അതിന്റെ കൂടെ തന്നെ ആ ജോയിന്റിന് മൂവ്മെന്റിന് പ്രശ്നങ്ങൾ, അതായത് ആ ജോയിന്റ് ഇപ്പൊ എനിക്ക് ഇവിടെ ആർത്രൈറ്റിസ്, എനിക്ക് കൈമുട്ടിൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ കൈമുട്ട് കൃത്യമായിട്ട് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ റേഞ്ച് ഓഫ് മൂവ്മെന്റ് എനിക്ക് എത്രത്തോളം ഇതില്ലാത്ത സമയത്ത്, നോർമലായ സമയത്ത് എനിക്ക് അനക്കാൻ പറ്റിയിരുന്നോ അത്രത്തോളം അനക്കാൻ പറ്റാതെ വരിക. അതിന്റെ കൂടെ തന്നെ വേദന, നീർക്കെട്ട്, അതിന്റെ കൂടെ തന്നെ ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് റെഡ്നെസ്. അതായത് നമ്മൾ ഇപ്പൊ എനിക്കിവിടെ ഈ കൈമുട്ടിലുണ്ടെങ്കിൽ അവിടെ തൊട്ട് നോക്കുമ്പോൾ ചൂട്, അതിന്റെ കൂടെ തന്നെ അവിടെ ബാക്കി സ്കിന്നിന്റെ നിറം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ചുവപ്പ് കളർ. അപ്പൊ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലാണ് അതിനെ സന്ധി വീക്കം എന്ന് പറയുന്നത്. സോ സന്ധി വേദന ആർത്രാൾജിയ, അത് പെയിൻ മാത്രമേ ഉള്ളൂ, അവിടെ നീർക്കെട്ടോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാൽ സന്ധി വീക്കം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ആണ്. സന്ധി വേദനയുടെ കൂടെ തന്നെ അവിടെ നീർക്കെട്ട്, അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ്, അവിടെയുള്ള മൂവ്മെന്റ് സാധാരണ രീതിയിൽ മൂവ്മെന്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതിന്റെ കൂടെ തന്നെ അവിടെ ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ, അവിടുത്തെ ടെമ്പറേച്ചർ കൂടുക, അവിടെ ഒരു റെഡ് കളർ, ചുവപ്പ് കളർ, ആ ഭാഗത്ത് കളർ വ്യത്യാസം അനുഭവപ്പെടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കണ്ടാലാണ് അതിനെ ആർത്രൈറ്റിസ് അഥവാ സന്ധിവീക്കം എന്ന് പറയുന്നത്. സോ ആർത്രാൾജിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും പല പല കാരണങ്ങൾ കൊണ്ട് വരാം. എന്നാൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർത്രാൾജിയ നമുക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ, ഇപ്പൊ ഒരു ഖനുള്ള സാധനം 2 ദിവസം അടുപ്പിച്ച് തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സന്ധി വേദന വരും. എന്നാൽ സന്ധി വീക്കം കാണുകയാണെങ്കിൽ അത് ഒരിക്കലും സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല, അതൊരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് കുട്ടികളിലാവട്ടെ വലിയ ആളുകളിലാവട്ടെ, സന്ധി വേദനയേക്കാൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സന്ധി വീക്കം. സോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അത് വലിയ ആളുകളിലായാലും കുട്ടികളിലായാലും അതിനൊരു പ്രധാന കാരണം ഉണ്ടായിരിക്കും. ആ കാരണം നമ്മൾ മനസ്സിലാക്കി ചികിത്സിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർത്രൈറ്റിസ് അഥവാ സന്ധി വീക്കം ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നമല്ല. അത് നിർബന്ധമായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കുട്ടികളിലാവട്ടെ വലിയ ആളുകളാവട്ടെ, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ,
അപ്പൊ നമ്മൾ എന്താണ് ആർത്രാൾജിയ അല്ലെങ്കിൽ സന്ധിവേദന, എന്താണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവീക്കം എന്ന് മനസ്സിലാക്കി. സന്ധിവീക്കം ഒരിക്കലും ഒരു സിമ്പിൾ ചെറിയ മീനല്ല, ഒരു സിമ്പിൾ പ്രശ്നമല്ല, ഒരിക്കലും അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ചോദ്യം, കുട്ടികളിൽ കാണുന്ന അതാണ് ഞാൻ സൈഫുദ്ദീൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് വരുന്നത്. യെസ്, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ കാണുന്ന സന്ധിവീക്കം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? നമ്മൾ പറയുന്നത് സന്ധിവേദനയെ പറ്റിയിട്ടല്ല, സന്ധിവീക്കത്തെ പറ്റിയിട്ടാണ്, ആർത്രൈറ്റിസ്. സോ വാട്ട് ആർ ദ കോമൺ കോസസ് ഓഫ് പീഡിയാട്രിക് ആർത്രൈറ്റിസ്? അതിൽ ആദ്യത്തെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്, ആദ്യം കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് റിയാക്റ്റീവ് അഥവാ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ് എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ഒരു അണുബാധ കുട്ടികൾക്ക് ഉണ്ടായി എന്ന് വെക്കാം. ഒരു വൈറൽ പനിയോ അല്ലെങ്കിൽ ഒരു വയറിളക്ക രോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അണുബാധ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക അണുക്കൾ അത് ചിലപ്പോൾ ഒരു 5-6 ആഴ്ചകൾ കഴിയുന്ന സമയത്ത് അത് സന്ധികളെ ബാധിക്കുന്ന ഒരു പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, അതായത് റിയാക്ഷൻ, അതായത് ഉണ്ടായ ഒരു അണുബാധയ്ക്ക് ഒരു റിയാക്ഷൻ എന്ന പോലെ വരും ദിവസങ്ങളിൽ ഒരു ആർത്രൈറ്റിസ്, ഒരു സന്ധിവീക്കം നമ്മൾ കാണാറുണ്ട്, വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ചില പ്രത്യേക ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ചില വയറിളക്ക രോഗങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്, ചില വൈറൽ പ്രശ്നങ്ങളിൽ, വൈറൽ പനികളിൽ അങ്ങനെ കാണാറുണ്ട്. സോ അതാണ് വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു ആർത്രൈറ്റിസ്. അതൊന്നാമത്തേത്. രണ്ടാമത്തേത് റുമറ്റോളജിക്കൽ, നമ്മൾ പറഞ്ഞ വാദസംബന്ധമായിട്ടുള്ള സന്ധിവീക്കങ്ങൾ. അത് വളരെ കോമൺ ആണ്. കുറേ സന്ധി വീക്കങ്ങളുണ്ട് കുട്ടികളിൽ കാണുന്നത്. ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറയും, സിസ്റ്റമിക് കോൺസൈറ്റ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, ജുവനൈൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പേരൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് കുട്ടികളിൽ കാണുന്ന റുമറ്റോളജിക്കൽ അഥവാ വാദസംബന്ധമായിട്ടുള്ള ആർത്രൈറ്റിസ്. അതും ഈ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, നമ്മൾ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, അതായത് ഒരു കുട്ടികളുടെ ഒരു ജോയിന്റിൽ ഒരു ഇൻഫെക്ഷൻ, അതിന് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് നമുക്ക് പറയാം, അല്ലെ? സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് അർത്ഥം. സെപ്റ്റിക് ആവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അണുബാധ തന്നെയാണ് സെപ്റ്റിക് ആവുക എന്നൊക്കെ പറയാം. അപ്പൊ മൂന്നാമത്തെ കോമൺ ആയിട്ടുള്ള കോസ് ആയിട്ട് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്, അതായത് കുട്ടികൾക്ക് ജോയിന്റുകളിൽ ഉണ്ടാവുന്ന അണുബാധകൾ. നാലാമത്തെ കാരണം ട്യൂമറുകൾ, ബോണുകളിൽ അല്ലെങ്കിൽ ജോയിന്റുകളിലൊക്കെ ഉണ്ടാവുന്ന പല ട്യൂമറുകൾ കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് സന്ധി വീക്കമായിട്ട് അത് കാണാറുണ്ട്. അഞ്ചാമത്തെ കാരണം ഹെമറ്റോളജിക്കൽ, രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് രക്തം കട്ട പിടിക്കാത്ത ചില പ്രശ്നങ്ങൾ. ഉദാഹരണം ഹീമോഫീലിയ. നമ്മുടെ രക്തത്തിലെ ചില ഫാക്ടർ 8, ഫാക്ടർ 9 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഫാക്ടറുകളുണ്ട്. അതിന്റെ ജന്മനാ തന്നെ അതിന്റെ ഇല്ലായ്മ കാരണം കുട്ടികളിൽ കാണുന്ന രോഗമാണ് ഹീമോഫീലിയ. സോ അങ്ങനെ രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ജനിതകമായിട്ടുള്ള രോഗങ്ങൾ, ജന്മനാ തന്നെ വരുന്ന ചില രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഇത് ജോയിന്റുകളിൽ രക്തസ്രാവം ഉണ്ടാവും. അതായത് അവർ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് വീഴുകയോ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്താൽ തന്നെ, ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ജോയിന്റുകളിൽ രക്തസ്രാവം ഉണ്ടാവും. കാരണം അവർ രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള രക്തസ്രാവം കാരണം ഹെമാർത്രോസിസ് എന്ന് പറയുന്ന ജോയിന്റ് വീക്കം കുട്ടികളിൽ കാണാറുണ്ട്. സോ നമ്മൾ അഞ്ചാമത്തെ കോസായി പറയുന്നത് രക്തസംബന്ധമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടികൾ. ആറാമത്തെ കോസ് ട്രോമ, അല്ലെ? വളരെ കോമൺ അല്ലേ? കുട്ടികൾ കളിക്കുന്നു, വീഴുന്നു, കാല് മടന്തുന്നു, അങ്ങനെ ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ ട്രോമ, അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ ജോയിന്റുകളിലൊക്കെ പലതരം ലിഗമെന്റുകളും പേശികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീഴുന്നതിന്റെയും മുട്ടുന്നതിന്റെയും തട്ടുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ആ പേശികളിലെ ലിഗമെന്റിൽ ടയറുകൾ ഉണ്ടാവുക, അങ്ങനെ മെക്കാനിക്കൽ ഇഞ്ചുറികൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ ജോയിന്റ് വീക്കം കാണാറുണ്ട്, സന്ധി വീക്കം കാണാറുണ്ട്. ഏറ്റവും അവസാനമായിട്ടുള്ള കാരണമായി പറയുന്നത് സിസ്റ്റമിക് ഡിസീസസ്, അതായത് പല രോഗങ്ങളുടെയും ഭാഗമായിട്ട് അതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് ഇത് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിസ്റ്റമിക് ലൂപ്പർ എറിത്തമെറ്റോസിസ് പറയും, SLE എന്ന് പറയുന്ന ഒരു രോഗം. അത് ആ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധികളിൽ മാത്രമല്ല കാണുന്നത്, അതിൽ പല 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 ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒരു ലക്ഷണം മാത്രമാണ് സന്ധി വീക്കം. അങ്ങനെ പല സിസ്റ്റമിക് ഡിസീസ്, അപ്പൊ സോറിയാസിസ് എന്ന് പറയുന്ന ഇതില് പലപ്പോഴും സന്ധി വീക്കം കാണാറുണ്ട്, SLEയിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പല 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 സിസ്റ്റമിക് ആയിട്ടുള്ള വേറെ പല സിസ്റ്റംസിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ ഒന്നായി മാത്രം അതിന്റെ ഒരു ലക്ഷണമായിട്ടും ഇത്തരത്തിൽ സന്ധിവീക്കം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല 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 കാരണങ്ങളിൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുട്ടികളിൽ കാണുന്ന എല്ലാ സന്ധിവീക്കങ്ങളും വാദം അല്ല. കുട്ടികളിൽ കാണുന്ന സന്ധിവീക്കങ്ങളിൽ ഒരു കാരണം മാത്രമാണ് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ബാക്കിയുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഓടിച്ച് പറയാം. ഒന്നാമത്തെ കാരണം പല ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസിന്റെയും വയറിളക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുന്ന ആർത്രൈറ്റിസ്, അതിനെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. രണ്ടാമത്തേത് വാദസംബന്ധമായ രോഗങ്ങൾ. മൂന്നാമത്തേത് ജോയിന്റുകളിൽ ഉണ്ടാവുന്ന അണുബാധ അഥവാ ഇൻഫെക്ഷൻ, സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയാം. നാലാമത്തേത്
ജോയിന്റുകളിൽ കാണുന്ന പല ട്യൂമറുകൾ. 5-ാമത്തേത് ബ്ലീഡിംഗ് സംബന്ധമായിട്ടുള്ള ചില സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഹീമോഫീലിയ. 6-ാമത്തേത് ട്രോമ, വീഴ്ച, മൊട്ടൽ, തട്ടൽ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന മെക്കാനിക്കൽ ഇഞ്ചുറീസ്. 7-ാമത്തേത് പല സിസ്റ്റങ്ങളെയും ബാധിക്കുന്ന സിസ്റ്റമിക് അസുഖങ്ങളുടെ ഭാഗമായിട്ട് കാണുന്ന സന്ധി വീക്കം. അപ്പൊ ഇത്രയുമാണ് കുട്ടികളിൽ കാണുന്ന സന്ധി വീക്കത്തിന്റെ കാരണങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടോ, വളരെ റെയർ ആയിട്ടുള്ള കാരണങ്ങൾ ഇനിയുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത്. പക്ഷെ എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതൊന്നുമല്ല. കുട്ടികളിൽ കാണുന്ന സന്ധി വീക്കം ഒരു കാരണവശാലും വെച്ചിരിക്കരുത്. അത് കുഴപ്പമില്ല, അത് തട്ടിയോണ്ടാണ് മുട്ടിയോണ്ടാണ് ആയിക്കോട്ടെ, പക്ഷെ വേറെ വല്ല കാരണങ്ങളും കൊണ്ടാണെങ്കിലോ, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിലോ, അപ്പൊ അതിനൊക്കെ നമ്മൾ ചികിത്സ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ജോയിന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ജോയിന്റിന്റെ മൂവ്മെന്റ് പെർമനന്റ് ആയിട്ടുള്ള ചിലപ്പോൾ അതിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ കുട്ടികളിൽ സന്ധി വീക്കം, ഞാൻ പറഞ്ഞല്ലോ ആർത്രൈറ്റിസ് കണ്ടു കഴിഞ്ഞാൽ സന്ധി വീക്കത്തിൽ എന്തൊക്കെയാ കാണുക? സന്ധികളിൽ വേദന, സന്ധികളിൽ നീർക്കെട്ട്, അതുപോലെ തന്നെ ആ സന്ധിയുടെ മൂവ്മെന്റിൽ കുറവ്. 4-ാമത്തേത് ആ സന്ധിയിൽ ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചൂട്, അതുപോലെ തന്നെ ആ ഭാഗത്തെ കളർ ചില റെഡിഷ് ആയിട്ട് കളർ. അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഒരു കുട്ടിയുടെ ഏതെങ്കിലും ജോയിന്റുകളിൽ, ഒരു ജോയിന്റിൽ മാത്രമല്ല കേട്ടോ, ദർ ഇസ് സംതിങ് കോൾഡ് മോണോ ആർത്രൈറ്റിസ്. അതായത് മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒരു ജോയിന്റിൽ മാത്രം പ്രശ്നം. ദർ ഇസ് സംതിങ് കോൾഡ് പോളി ആർത്രൈറ്റിസ്. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, അതായത് ഒരു ജോയിന്റിലല്ല പല ജോയിന്റുകളിലും പ്രശ്നം. സോ ഇതിൽ ഏത് കണ്ടാലും, ഒരു ജോയിന്റിലാവട്ടെ അല്ലെങ്കിൽ പല ജോയിന്റുകളാവട്ടെ, ഏത് കണ്ടാലും നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിരിക്കണം കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോക്ക്. സോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. കുട്ടികളിൽ വാദസംബന്ധമായ രോഗങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നാൽ കുട്ടികളിൽ കാണുന്ന എല്ലാ സന്ധി വീക്കത്തിനും കാരണം വാദസംബന്ധമായ പ്രശ്നങ്ങളല്ല. അതിൽ പല കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് വാദസംബന്ധമായിട്ടുള്ള കാരണങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പലതവണ പറഞ്ഞു. അപ്പോ ഇത് നിങ്ങൾ മാക്സിമം പാരന്റ്സിലേക്ക് എത്തിക്കണം. കാരണം പലരും ഈ സന്ധി വേദന, സന്ധി വീക്കം എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികൾ വെറുതെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കാൻ വൈകാറുണ്ട്. ചില കാര്യങ്ങളിൽ അത് വളരെ കുറച്ച് അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് പോകുന്നതും കാണാറുണ്ട്. സോ ഇതെല്ലാ അച്ഛനമ്മമാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. സോ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടോ? കുട്ടികളുടെ വാദസംബന്ധമായ അസുഖങ്ങളെ പറ്റിയിട്ടോ, സന്ധി വേദനയെ പറ്റിയിട്ടോ, സന്ധി വീക്കത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് 2 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്കറിയാവുന്നത് പറഞ്ഞുതരാം. ഉണ്ടോ? കുട്ടികളിലെ കുട്ടികളിൽ കാണുന്ന സന്ധി വീക്കം, സന്ധി വേദന, വാദസംബന്ധമായ അസുഖങ്ങൾ. എന്താണ് സൈഫുദ്ദീൻ ചോദിച്ചത്? B12 കൂടിയാൽ എന്താണ് പോംവഴി എന്നോ? B12 കൂടിയാൽ പോംവഴി ഒന്നുമില്ല. B12 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. B12 കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് നോൺ വെജ് ഒക്കെ കഴിക്കണോണ്ടായിരിക്കാം. അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ B12 കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവേത് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ആരും ചോദിക്കാത്തത് കൊണ്ട് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. സോ എല്ലാവരും ദയവേത് കാണുന്ന എല്ലാവരും മാക്സിമം അച്ഛനമ്മമാരിലേക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, കുട്ടികളിൽ കാണുന്ന സന്ധി വീക്കവും സന്ധിവേദനയും കാരണങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. സോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവർക്കും ശുഭരാത്രി.